ശബരിമല നെയ്യ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദേവസ്വം വിജിലൻസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യ് ശബരിമലയിൽ എത്തിക്കുന്നതിന് മുൻപ് മാറ്റിയെന്നാണ് നിഗമനം. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെക്കുറിച്ച് സർക്കാർ നിയോഗിച്ച വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. മിൽമയിൽ നിന്ന് കഴിഞ്ഞ വർഷം 1.77 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ കരാർ. മിൽമ കൈമാറിയ നെയ്യ് മാറ്റി ഗുണനിലവാരമില്ലാത്ത നെയ്യ് പകരം വെച്ചതായാണ് വിവരം. മിൽമയിൽ നിന്ന് ഓർഡർ ചെയ്ത മുഴുവൻ നെയ്യും എത്തിയിട്ടില്ല എന്നാണ് നിഗമനം. ശബരിമലയിൽ കിട്ടിയ നെയ്യ് ഉപയോഗിച്ച ശേഷം മിൽമയിൽ നിന്ന് കിട്ടിയ നെയ്യ് മറിച്ചുവിറ്റെന്നും സംശയമുണ്ട്. ശബരിമലയിൽ ഒരു ടിൻ നെയ്യ് എത്തിക്കുന്നതിന് വെറും 18 രൂപയാണ് കരാറുകാരൻ കോട്ട് ചെയ്തിരുന്നത്. ഇത് വളരെ കുറഞ്ഞ തുകയാണ്. ചെറിയ തുകയ്ക്ക് കോട്ട് ചെയ്തത് തന്നെ ക്രമക്കേടിന്റെ ഭാഗമാണോ എന്നും സംശയമുണ്ട്. കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം വിജിലൻസ് SP സുനിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. നെയ്ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗമായിരുന്ന A അജികുമാർ, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയാണ് നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ക്രമക്കേടിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികളാകും. ഉദ്യോഗസ്ഥരെ വിജിലൻസിന്റെ പ്രത്യേക സംഘം വൈകാതെ ചോദ്യം ചെയ്യും. ശബരിമലയിലേക്ക് നെയ്യ് കൊണ്ടുവരുന്നതിന് ആദ്യം ടെൻഡർ വിളിച്ചിരുന്നു. പിന്നീട് ടെൻഡർ നടപടി ഒഴിവാക്കി മിൽമയ്ക്ക് കരാർ നൽകുകയായിരുന്നു. കരാറിലൂടെ ദേവസ്വം ബോർഡിന് 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.